ഒരു മാസം മുൻപല്ല, അത് അവസാനത്തെ കത്താണ് ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം കാണിക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടുള്ളത്. അതിനു മുമ്പ് നിരന്തരമായി ഒരുപാട് തവണ തന്നെ ജില്ലാ ഭരണകൂടവും നഗരസഭയും വിവിധ തവണ തന്നെ റെയിൽവേക്ക് നോട്ടീസ് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ നോട്ടീസിനെ തുടർന്ന് പ്രവർത്തികൾ ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ അവസാനമായി ഒരു കത്ത് കൊടുക്കുകയും അടിയന്തരമായി ചെയ്യണമെന്നുള്ള പറഞ്ഞുകൊണ്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ടെൻഡർ വിളിക്കുകയും ആ ടെൻഡറിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി പ്രവൃത്തി ആരംഭിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാങ്കേതികമായി റെയിൽവേക്ക് ഭൂമിയാണ്, അവിടേക്ക് നഗരസഭ ആവശ്യപ്പെട്ടിരുന്നു. നഗരസഭയുടെ ജീവനക്കാരെ വെച്ച് മാലിന്യം നീക്കാമെന്ന് മുമ്പോട്ടൊരു പ്രപ്പോസൽ എന്തോ വെച്ചിരുന്നു. അല്ല, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ബഹുമാന്യനായ ശ്രീ വി കെ പ്രശാന്ത് MLA മേയറായിരുന്ന സമയത്ത് അത്തരത്തിൽ നഗരസഭ ഈ പ്ലോട്ടിനകത്ത് കയറി ശുചിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ആ വിഷയം നമ്മുടെ ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി അടക്കമുള്ള യോഗത്തിനകത്ത് പറയുകയും റെയിൽവേ തന്നെ ഈ പ്രവൃത്തി ചെയ്യണം, അത് റെയിൽവേയുടെ പ്രോപ്പർട്ടിക്ക് അകത്ത് വരുന്ന വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റെയിൽവേ തന്നെ അത് ചെയ്യണം എന്നുള്ളത് ആ യോഗത്തിന്റെ തീരുമാനമായി എടുക്കുകയും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം അത് റെയിൽവേ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ചിലർ ആരോപിക്കുന്നത് ഈ മാലിന്യം ഇവിടെ നിന്നുണ്ടാകുന്നതല്ല, നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്നതാണ്. ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒഴുകിയെത്തുന്നുണ്ട്. ഇത് തടയുവാൻ വേണ്ടി നഗരസഭയ്ക്ക് ഇപ്പോൾ ഈ കോമ്പൗണ്ടിൽ കയറാൻ മാത്രമേ നഗരസഭയ്ക്കോ നഗരസഭാ ജീവനക്കാർക്കോ അധികാരമില്ലാതെയുള്ളൂ. പക്ഷെ തൊട്ട് ഈ ഒഴുകി വരുന്ന മാലിന്യങ്ങൾ തടയുവാനും മാലിന്യ നിർമ്മാർജ്ജനം നടത്തുവാനും നഗരസഭയ്ക്കാകും. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു ആക്ഷേപം. ഒന്ന്, ഈ തോട് നഗരസഭയുടെ ചുമതലയിൽ വരുന്ന ഒന്നല്ല. തോടെന്ന് പറയുന്നത് മേജർ ഇറിഗേഷന്റെ ഭാഗമായി വരുന്നതാണ്. രണ്ട്, ഈ പ്രശ്നം നമ്മളിവിടെ പറഞ്ഞു, ഇത് റെയിൽവേയുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നഗരസഭ മാലിന്യ സംസ്കരണ രംഗത്ത് ഏറ്റവും കാര്യക്ഷമമായി ഇടപെട്ടതിന്റെ ഭാഗമാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ 100 വാർഡുകളിലും ഹരിതകർമ്മ സേന പ്രവർത്തകരെ നമുക്ക് അണിനിരത്താൻ വേണ്ടി സാധിച്ചത്. അതിലേതാണ്ട് 1200ഓളം വരുന്ന പ്രവർത്തകരാണ് 100 വാർഡുകളിലായി മാലിന്യം ശേഖരിക്കുന്നതിന് വേണ്ടി തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഔദ്യോഗിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അത് ഫലപ്രദമായി ഉപയോഗിക്കാതെ മാലിന്യം വലിച്ചെറിയുമ്പോൾ ആ വലിച്ചെറിയുന്ന ഓരോ വ്യക്തിയും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ ഇനിയെങ്കിലും നടത്തണമെന്നുള്ളതാണ് നഗരസഭയുടെ അഭ്യർത്ഥന. ഈ രക്ഷാദൌത്യം ഇപ്പോൾ ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? രക്ഷാപ്രവർത്തനം ഇപ്പോൾ 2 വശത്തായും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വശത്ത് അവർ ആദ്യം ഇന്ന് പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ഈ വശത്ത് 30 മീറ്റർ നമുക്ക് ടണലിന്റെ അകത്തേക്ക് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പുറത്തെ വശത്ത് വരുന്ന ആ ഭാഗത്ത് 15 മീറ്റർ മാത്രമേ അകത്ത് പോകാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ എന്നതാണ്. ആ ഭാഗത്ത് കുറച്ച് വെള്ളത്തിന്റെ ഒഴുക്കും കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് തുടർച്ചയായി രാത്രിയും ഈ മാലിന്യം മാറ്റുന്നതിനാവശ്യമായ, മാറ്റിക്കൊണ്ട് അതിന്റെ പരിശോധന നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്.